ബെൻസൺ കുട്ടാ, ഇന്ന് ഞാൻ നിനക്കൊരു വലിയ വീരന്റെ കഥ പറഞ്ഞുതരാം. സോഫിയ തന്റെ മകന്റെ അരികിലിരുന്നുകൊണ്ട് പറഞ്ഞു. ദൈവത്തിന്റെ വലിയ കൂട്ടുകാരനായ അബ്രഹാമിന്റെ കഥയാണിത്. പണ്ട് പണ്ട് അബ്രഹാം എന്നു പേരുള്ള ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം എപ്പോഴും മറ്റുള്ളവരോട് ദയയുള്ളവനായിരുന്നു. ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം, നീ നിന്റെ വീട് വിട്ട് ഞാൻ കാണിച്ചു തരുന്ന പുതിയൊരു നാട്ടിലേക്ക് പോകണം. അബ്രഹാം ഒട്ടും പേടിക്കാതെ ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെയും കൂട്ടി ആ വലിയ യാത്ര തുടങ്ങി. അവർ ഒരുപാട് ദൂരം നടന്നു. അവർക്കൊപ്പം അവരുടെ ആടുകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ഒരു രാത്രിയിൽ ദൈവം അബ്രഹാമിനെ പുറത്തേക്ക് വിളിച്ചു. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കൂ, ദൈവം പറഞ്ഞു. നിന്റെ കുടുംബം ഈ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണാൻ കഴിയാത്തത്ര വലുതാകും. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അബ്രഹാമിനും സാറയ്ക്കും പ്രായമായി. തങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് അവർ ഇപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. അവർ ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരുന്നു. ഒടുവിൽ ആ സന്തോഷവാർത്ത എത്തി. സാറയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അവർ അവനെ ഇസഹാക്ക് എന്ന് പേരിട്ടു. ആ വീട് മുഴുവൻ ചിരിയും സന്തോഷവും കൊണ്ടു നിറഞ്ഞു. ഒരു ദിവസം ഹേമൻ എന്ന ഒരു യാത്രക്കാരൻ അവരുടെ അടുത്തെത്തി. അബ്രഹാം അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഭക്ഷണവും വെള്ളവും നൽകി സൽക്കരിച്ചു. മറ്റുള്ളവരെ സഹായിക്കുന്നത് അബ്രഹാമിന് വലിയ ഇഷ്ടമായിരുന്നു. അമ്മേ, അബ്രഹാം ദൈവത്തെ അത്രമാത്രം വിശ്വസിച്ചിരുന്നോ? ബെൻസൺ അത്ഭുതത്തോടെ ചോദിച്ചു. സോഫി അവനെ ചേർത്ത് പിടിച്ചു. അതേ മോനെ, വിശ്വസിക്കുന്നവർക്ക് ദൈവം എപ്പോഴും കൂട്ടിനുണ്ടാകും. അന്ന് രാത്രി ബെൻസൺ ഉറങ്ങാൻ കിടന്നപ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി. താനും അബ്രഹാമിനെപ്പോലെ നല്ലവനാകുമെന്ന് അവൻ കൊതിച്ചു. അവൻ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു.